نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ഒരു മുഅ്മിനും മുഹ്സിനും മുത്തഖിയുമായി മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ തിരുദൂതരോടും അവന്റെ ദീനിനെയും ഇഷ്ടപ്പെടുക എന്നാണ് മുസ്ലിം എന്നതിന്റെ അർത്ഥം. ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം തന്നെ ഇസ്ലാമിന്റെ കർമ്മ മാതൃക നമുക്ക് സമൂഹത്തിന് സമർപ്പിക്കാനാവണം എന്നതാണ് അതിന്റെ താല്പര്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ വളരെ അനിവാര്യമാണ് ആ വ്യക്തി സംസ്കരിക്കപ്പെടണമെന്നതും ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടുക എന്നതും. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ദീനീ ജീവിതം ഒരു വരണ്ട അനുഭവമാവരുത്, നമ്മുടെ ദീനീ ജീവിതം മടുപ്പിക്കുന്ന ആവർത്തനങ്ങളായി മാറരുത്, കേവലം ഒരു യാന്ത്രിക മതാചാരങ്ങളായി അത് തീരാൻ പാടില്ല. മറിച്ച് നമ്മുടെ ഇസ്ലാമിക ജീവിതം എന്നത് ചൈതന്യവത്താവണം. ഓരോ രംഗവും മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് സംതൃപ്തി നൽകുന്നതാവണം. നമ്മൾ ചെയ്യുന്ന ഓരോ ദീനീ കർമ്മങ്ങളും
ആസ്വാദ്യകരമായി തീരണം. അതെപ്പോഴും ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ചലനാത്മകമാകണം. അതിനുള്ള വഴി എന്താ? എന്റെ നിങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നല്ല ഈമാനിന്റെ തേജസ്സോടുകൂടെ നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള വഴി എന്താ? വളരെ ഗൗരവമുള്ള ഒരു ആലോചനയാണത്. അതിനുള്ള സംവിധാനത്തിനാണ് നമ്മള് ദീനിൽ തസ്കിയത്ത് എന്ന് പറയുക, അല്ലെ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ തസ്കിയത്ത് നടത്തിയവൻ വിജയിച്ചു, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ഇത് പറയുമ്പോ ഒരു പ്രസംഗം എന്നുള്ള നിലയിലല്ലോ, നമ്മള് മനസ്സിൽ നിന്ന് മനസ്സോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. തസ്കിയത്ത് എന്ന് പറയുന്നത് പോലെ എളുപ്പമുള്ള ഒരു വിഷയമല്ല. കാരണം മനുഷ്യരായ നമ്മൾക്കൊക്കെ എഴുതാനും പറയാനും പ്രസംഗിക്കാനും ഉപദേശിക്കാനും ഒക്കെ എല്ലാം എളുപ്പമാണ്. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായി സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. എന്നാലോ നാളെ പടച്ച റബ്ബ് പരലോകത്തു നിന്ന് നമ്മളുടെ ഓരോ അമലുകളും വിലയിരുത്തുമ്പോ പരിശോധിക്കുമ്പോ ഇന്ന അമല് ചെയ്തോ എന്ന് മാത്രമാണ് ചോദിക്കുക. നോക്ക്, നമ്മുടെ ദഅവത്ത് നടത്തിയോന്നേ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ദഅവത്തിന്റെ ഫലമായി എത്ര ആളുകൾ ദീനിലേക്ക് വന്നു എന്നത് നമ്മുടെ ഓരോ ഭാഗ്യങ്ങളാണ്. ഇത്ര ആള് വന്നോ ഇല്ലേ എന്നുള്ള ടാർഗറ്റ് ഒന്നും നമുക്കില്ലല്ലോ. ഇപ്പൊ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാമക്ക് കിട്ടിയത് വളരെ കുറച്ച് ആളുകളല്ലേ. ആ അമല് ചെയ്തോ എന്നേ ചോദിക്കുള്ളൂ, കുറ്റക്കാരനാവൂല. അതേസമയം തസ്കിയത്തിനെ സംബന്ധിച്ച്, തർബിയത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അന്വേഷണം എന്തറിയോ? നീ പരിശ്രമിച്ചോ എന്നല്ല. നേരെ ശ്രദ്ധിക്കണേ, തസ്കിയത്തിന്റെ കാര്യം നീ പരിശ്രമിച്ചോ എന്നല്ല, അത് നേടിയെടുത്തോ എന്നതാണ്. അപ്പോ തസ്കിയത്ത് എന്നതും തർബിയത്ത് എന്നതും മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോ സ്വയം മാറ്റം എന്നത് ഒരു നിസ്സാരമായ വിഷയമല്ല. നമ്മളൊരു മാറ്റത്തിന് തയ്യാറാകാത്തിടത്തോളം കാലം അള്ളാഹു നമ്മളെ മാറ്റുകയും ചെയ്യൂല. അങ്ങനുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം നമ്മൾ സന്നദ്ധമാകാത്തിടത്തോളം കാലം അള്ളാഹു നമുക്കൊരു മാറ്റവും തരൂല എന്നാണ്. എങ്കിൽ പ്രിയരെ, നമ്മൾ ശാന്തമായി ഇക്കളിന്റെ കൂടെ വരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യവിശ്വാസികളിൽ തന്നെ ജീവിതത്തെ കൃത്യമായ രീതിയിലൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാൻ കഴിയാതെ മറ്റുള്ളവരെ പോലെ നമ്മളും പല തിന്മകളിൽ വ്യാപൃതരാവുന്നില്ലേ? അല്ലെ? കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് ഓരോരുത്തർക്കും വിട്ടുനിൽക്കാൻ കഴിയുന്നുണ്ടോ? പുണ്യകർമ്മങ്ങൾ, ഫറളുകൾ വരെ കണിശമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മഹല്ലെടുത്തു നോക്ക്. നമ്മള് ഒരു മഹല്ല് നോക്കിയാൽ എത്രയോ ആളുകൾ തീരെ നിസ്കരിക്കാത്ത മനുഷ്യന്മാരില്ലേ? എത്രയോ ശതമാനം കളവ് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന ആളുകളില്ലേ? ചിലപ്പോ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരെ പറ്റിക്കുന്ന ആളുകളില്ലേ? എത്രയോ ശതമാനം ആളുകള് ഗീബത്തും നമീമത്തും ഫിത്നകളൊക്കെ പറയുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആളുകളില്ലേ? ദീർഘകാലം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തി കലഹങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളില്ലേ? ഞാൻ ചോദിച്ചത് എന്തറിയോ? നമ്മള് ഒന്ന് സ്വയം ഓർക്കാൻ വേണ്ടിയാ. ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിതനാക്കി കളഞ്ഞത് ഏതാണ്? എന്ത് കാര്യമാണ്? അള്ളാന്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതൊന്നും വിഷയമല്ലാതായിത്തീരുക. അള്ള പറഞ്ഞതിലൊന്നും യാതൊരു പ്രശ്നമില്ലാത്തൊരു ലോകത്ത് ജീവിക്കുക. എന്തുകൊണ്ട് നമ്മളിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ഒരാൾക്ക്
അള്ളാഹു പറഞ്ഞതിനെയും മനസ്സിലാക്കാൻ കഴിയില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്നോടാട്ടോ ഓർത്തെടുക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് അള്ളാഹു പറഞ്ഞതും മനസ്സിലാവൂല. ഇപ്പൊ സാധാരണ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാ, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ടെന്ന്, അതിലൊന്നും എനിക്കത്ര വിഷയമൊന്നും അല്ല എന്ന് പല ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ചും പറയുന്ന ആളുകളെ നമുക്കറിയാം. ഇതൊരു ചതിയാണ്. ഈ ചതിയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് അരങ്ങിയിരിക്കണം. ഈ ചതിയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടോ? ആരാണ് എന്റെ നാഥൻ എന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ് ഈ വിഷയം പറയുമ്പോൾ. നോക്കൂ, നമ്മളൊക്കെ ഒരുപാട് കാലം ദീനീ കർമ്മങ്ങളിലൊക്കെ നിലകൊള്ളുന്നവരാ, ഒരുപാട് ഹത്തം തീർത്തവരാണ് ഇരിക്കും നമ്മളൊക്കെ, അല്ലെ? ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്. ഇപ്പോഴങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൂറത്ത് മാഇദയില് ഒരു 83-ാമത്തെ ഒരു വചനമുണ്ട്. ആ വചനത്തിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. വൈദാ മാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അല്ലാഹുവിന്റെ തിരുദൂതരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ ഈ ജനം കേൾക്കുമ്പോൾ തറാ അയുനഹും തഫീലു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ണുകൾ നിറയുന്നു. ആ കണ്ണുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുന്നു. യഖൂലൂൻ, അവരിങ്ങനെ അല്ലാഹുവോട് പറയുന്നുണ്ട്, റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. അല്ലാഹുവേ, ആമന്നാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു റബ്ബേ, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ശുഹദാക്കളുടെ ഗണത്തിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ റബ്ബേ എന്നാണ്. വെച്ചാല് ഈ ആയത്തിന് എന്താ ഞാൻ ഓതിയതെന്തിനറിയോ? അള്ളാഹുവിനെ ഹക്കിനെ കുറിച്ച് കേൾക്കുമ്പോ, ഖുർആനിനെ കുറിച്ച് കേൾക്കുമ്പോ കണ്ണ് നിറയുന്നു, ആ കണ്ണിങ്ങനെ ചാലിട്ടൊഴുകുന്നു. സത്യത്തില് ഇനക്കുങ്ങക്കും കണ്ണീര് വരുന്നുണ്ടോ? നമ്മുടെ ആരുടെയും കണ്ണീര് വറ്റിപ്പോയിട്ടൊന്നുമില്ലല്ലോ. അള്ളാന്റെ ഖുർആന് കേട്ടിട്ട് നമുക്ക് കണ്ണീര് വരുന്നുണ്ടോ? എന്താ വരാത്തതറിയോ? ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ, പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തുമ്പോ കണ്ണീര് വരുമോ വരൂല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ കലാമുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് എന്റെ നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ, ഈറനണിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? കാരണം അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്, എന്തേ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗാംഭീര്യം വരാത്തത്, നിങ്ങൾക്കൊരു ഗൗരവം വരാത്തത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും മത്വാറാ. സൂറത്ത് നൂഹില് ശത്രുക്കളോട്, നിഷേധിക്കൂട്ടങ്ങളോട് നൂഹ് അലൈഹിസ്സലാം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മധ്യയുള്ള വാക്ക, എന്തേ അള്ളാഹുവിനോട് നിങ്ങൾക്കൊരു വഖാറത്ത് തോന്നാത്തത്? വഖാറത്ത് എന്ന അറബിയിൽ പറഞ്ഞാൽ ബഹുമാനത്തിലും കൂടിയ ഗ്രേഡുള്ള ഒരു ഭാവത്തിനാണ് ആ വാക്ക് പറയുക. ഒരു ഗൗരവം, ഒരു ഗാംഭീര്യം വരാത്തത്. അവനല്ലേ നിങ്ങളെ പടച്ചത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ വരാത്തതെന്താ? അള്ള തെറ്റാണെന്ന് ഉണർത്തിയിട്ടും അറിയിച്ചിട്ടും എന്തേ അത്തരം തെറ്റുകളൊക്കെ ജീവിതത്തിൽ വരുമ്പോ നമുക്കൊരു ഭയപ്പാട് തോന്നാത്തത്? ഒരുപാട് ദിവസം നമ്മള് അല്ലാ അല്ലാ എന്ന് എത്രയോ തവണ പറയുന്നുണ്ട്, എന്നിട്ടും ആ ബോധം എന്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്തത്? ഇങ്ങനൊരു ചോദ്യം നമ്മൾ കൃത്യമായി മനസ്സിനോട് ചോദിക്കുമ്പോ, അള്ളാനെ മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം നമ്മൾ അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം. അതിന് സംശയമല്ല. അത് പറയുമ്പോ ഒരു കഥ ഞങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. സഹാബികളുടെ എമ്പാടും കഥകൾ, എല്ലാ സഹാബികളുടെയും കഥ. അതിന്റെ കൂടെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരു മഹാൻ, ആ അതിന്റെ ആകത്തുകയെ പറയുന്നുള്ളൂ. ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചുകൊണ്ട് കൊണ്ടുപോവുക. അവസാന ആഗ്രഹമെന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ ഇത്രയും കാലം ഈ ജയിലറയില് ഒരു ഇടുക്കമേറിയ ഒരു റൂമിലാണ്, തല ഉയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്തൊരു സെല്ലിലാണ് കിടന്നിരുന്നത്.
എനിക്ക് തല ഉയർത്തി നിന്ന് എന്റെ റബ്ബിനോട് 2 വാക്ക് പറയണം. അങ്ങനെ വേഗത്തിൽ നിസ്കരിച്ച് അയാളുടെ കണ്ണിങ്ങനെ മൂടുകയാണ്, കൈ പിന്നോട്ട് ഇങ്ങനെ കെട്ടുക. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ ഈ കഥ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ വന്നപ്പോ ഒന്നുകൂടി ഉണർത്തുക കേട്ടോ. അദ്ദേഹം പറഞ്ഞത്, എന്തെങ്ങൾ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങളത് ആ കാണുന്ന ഈന്തപ്പന കുരിശിലേക്കാ കയറ്റുന്നത്, നിങ്ങൾ അമ്പെറിഞ്ഞു കൊല്ലുമ്പോ നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നു പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ. ഞാനിതാ ഈ നിമിഷം ഒരാളോട് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. അയാളുടെ അടുക്കലേക്കല്ല ഞാൻ പോകുന്നത്. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത് എന്നാണ്. എന്താണ്? അല്ലാ എന്ന നാമം അത്രയും നിറഞ്ഞ് ആ മനസ്സിൽ നിന്നത് കൊണ്ടല്ലേ. അല്ലേ, നമ്മളൊക്കെ ഏത് നേരം അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞൂടല്ലോ. മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം നമ്മൾ അല്ലാഹനെ മനസ്സിലാക്കിയിട്ടുണ്ടാവോ? സഹോദരങ്ങളെ, ഞാൻ എന്തിനറിയോ ഇങ്ങനെ ഒന്നുകൂടി മനസ്സിലേക്ക് ഓർത്തെടുത്തെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനിവാര്യമായ വിഷയമാണ് അല്ലാഹനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, അവനെ അറിയാന്ന് പറയുന്നത്, അവനെ മനസ്സിലാക്കുക എന്നത്. അവനെ മനസ്സിലാക്കിയെങ്കിലേ ശരിയായ വിധത്തിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഒരു വചനമുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വേറൊരു വചനമുണ്ട്. ആ 2 വചനങ്ങൾ നമുക്ക് കാണാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി 99 ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅതൻ ഇല്ല വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 എണ്ണത്തിന് 1 കുറവ്. അങ്ങനെയാണ്. മിഅതൻ ഇല്ല വാഹിദ മൻ അഹ്സാഹാ. ഞാൻ അതിന്റെ അറബ് എപ്പോ പറയുന്നുള്ളൂ, അതിന്റെ ബയാൻ പിന്നെ പറഞ്ഞുതരാം. അതിനാരെങ്കിലും ഇഹ്സാഅ് ചെയ്തോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വേറെ അതേ ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വചനത്തിൽ കാണാം, ലില്ലാഹി 99 ഇസ്മ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. അവിടെ ഉപയോഗിച്ച വാക്കേതറിയോ? മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അതിനെ ഹഫിളഹ ഹിഫ്ള് ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു. വഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒരുവനാണ്, ആ ഒന്നിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് സഹായിക്കുന്ന പ്രധാന വിജ്ഞാനമായി എണ്ണിയ വാക്കാണിത്. ഒരു ഭാഗത്ത് പറഞ്ഞു മൻ അഹ്സാഹ, മറ്റൊരു ഭാഗത്ത് പറഞ്ഞു മൻ ഹഫിളഹ. പ്രിയപ്പെട്ടവരെ, ഇതിനെ തഫ്സീറിന്റെ ഉലമാ ബയാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇഹ്സാഅ്? ഇഹ്സാഅ് എന്ന് പറഞ്ഞ ഹിഫ്ളു അൽഫാലിഹ. നല്ലപോലെ ശ്രദ്ധിക്കണേ. ഹിഫ്ളു അൽഫാലിഹ വഫഹ്മു മആനിഹ വത്തഅബ്ബുദു വൽ അമലു ബിമുഖ്തലാഹ. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും നന്നായി പഠിക്കണം, അത് മനസ്സിലുണ്ടാകണം. വഫഹ്മു മആനിഹ, അതിനെ ഹൃദിസ്ഥമാക്കുന്നതിന്റെ കൂടെ അതിന്റെ ഓരോ ആശയങ്ങളും നമ്മൾ നന്നായി മനസ്സിലാക്കണം. എന്നിട്ട് വത്തഅബ്ബുദു വൽ അമലു ബിമുഖ്തലാഹ, അതിന്റെ താല്പര്യമനുസരിച്ച് അവന് ഇബാദത്ത് ചെയ്യണം, അവന് ആരാധിക്കണം, അവന് വേണ്ടി അമൽ ചെയ്യണം. എന്താണിത്? പഠിക്കുന്നതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. അറിയാത്ത ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ? പരമമായി ഒരാളുടെ മുമ്പിൽ ഒരു വണക്കം, ഒരു സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അയാളെ അറിയാതെ നടത്തുമോ? നമ്മളിങ്ങനെ തമ്മിലിങ്ങനെ കാണുന്നു, നമുക്ക് പരസ്പരം അറിയില്ലെങ്കിൽ എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം ഉണ്ടാവുക, ഇഷ്ടം ഉണ്ടാവുക? ഒരാളോട് മഹത്വം ഉണ്ടാവുന്നത് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അയാൾ അറിയണം. ഒരു കാര്യം വ്യക്തമാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആ ഇബാദത്തിൽ അടിയുറച്ചു നിൽക്കുക, അവൻ കൽപ്പിച്ചത് ചെയ്യുക, അവൻ വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക, മരണം വരെ ഈ എണ്ണിയതിലെല്ലാം ഉറച്ചു നിൽക്കണമെങ്കിൽ അല്ലാഹുവിനെ നന്നായി അറിയണം.
അതുകൊണ്ടാണ് ഈമാൻ പറഞ്ഞിടത്തെ ശ്രദ്ധിക്കണട്ടൊന്നല്ലോ. കാരണം എന്താ അറിയോ, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്, എനിക്കും ഇങ്ങൾക്കൊക്കെ സാമാന്യ അവബോധമുണ്ട്, വിവരമുണ്ട്. നമ്മുടെയൊക്കെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ എമ്പാടും ഉണ്ടാവും. ഞാൻ ഇന്നത് പാസ്സായിക്കുന്ന ഒക്കെ ഉണ്ട്. ആരും ഈ തലമുറ മോശമല്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളൊക്കെ ഉയർന്ന തലത്തിൽ തന്നെയാണുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയിൽ. നിങ്ങൾ എവിടെ പരിശോധിച്ചു നോക്കുക, അവിടെയൊക്കെ നമുക്കൊരു സംതൃപ്തി തരുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ദീനിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ടാവും, ചരിത്രങ്ങൾ നമുക്കറിയാം. നമ്മൾ കുറവ് പഠിച്ചിട്ടുണ്ടാവുക അള്ളാഹിനെ കുറിച്ചിട്ടായിരിക്കും. അള്ളാഹിന്റെ 99 നാമങ്ങൾ എനിക്കൊന്നൊക്കെ പറയാൻ കിട്ടുമോ? അങ്ങനത്തെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ ശാന്തായിട്ടൊന്നും ആലോചിച്ച് നോക്കി. അള്ളല്ലേ നമുക്ക് ഏറ്റവും വലുത്. ആ അള്ളാഹിനെ കുറിച്ച് നമുക്ക് എത്ര അറിയും. അതുകൊണ്ടാണ് അൽ ഈമാനിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞെന്തറിയോ, അൽ ഇൽമു വൽ ഈമാനു വൽ ഇഖ്റാറു. ഈമാൻ വിശദീകരിക്കാം, അൽ ഇൽമു വൽ ഇഖ്റാറു വൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി. അറിയണം, അറിയാതെ ഇഷ്ടമുണ്ടാവൂല. അത് മനസ്സിൽ ഉറപ്പിക്കണം, അതനുസരിച്ച് ചെയ്യണം, അതിലേക്ക് വിളിക്കണം. ഹിദായത്ത് നിലനിൽക്കാൻ 5 വഴികൾ ദീന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇൽമ്, ഈമാന്, ഇഖ്ലാസ്, തഖ്വ, ഇസ്ലാം. ഇൽമ് നന്നായി അറിയണം, അത് വിശ്വാസമായി വളരണം, ആ വിശ്വാസം നിഷ്കളങ്കമാവണം, അത് തഖ്വയായി രൂപാന്തരപ്പെടണം, എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അതാണ് ഹിദായത്തിന്റെ വഴികള്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആയുസ്സില് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അള്ളാഹ് തന്നെയല്ലേ? നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ഓരോ ചലനങ്ങളിൽ എന്ന് വേണ്ട ഏതൊക്കെ സന്ദർഭമുണ്ടോ അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ ഞാനുങ്ങളൊക്കെ പറയാ അള്ളാഹ് തന്നെ. അതിനെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ആലോചിക്കണ്ടേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഖുർആനില് അള്ളാഹ് എന്ന വാക്ക് 2699 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരാരാധനാ കർമ്മങ്ങളിലും വിടാതെ അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്തിനായിരിക്കും ഇത് ഇത്ര ആവർത്തിക്കുന്നതിന്? അതിന്റെ കാര്യം എന്താ? അതിന്റെ പ്രയോജനം എന്തായിരിക്കും? അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. മറ്റെല്ലാ ഇൽമുകളും അതിന് താഴെയാണ്. അള്ളാഹുവിനെ അറിയാതെ ഈ ലോകത്ത് മറ്റെന്തറിഞ്ഞിട്ടും യാതൊരു ഫായിദയും ജീവിതത്തിൽ ഉണ്ടാവില്ല, യാതൊരു ഫായിദയും ഉണ്ടാവില്ല. ഇസ്ലാം അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് ഇതന്നെ, ഈ വിഷയം തന്നെ ചുരുക്കി പറഞ്ഞു തരികയാണ്. നമുക്ക് അങ്ങനെ ആലോചിച്ച് നോക്കിയാല്, നേരങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അള്ളാഹുവിനെ അറിയാതെ അവൻ എന്താണെന്ന് കണക്കാക്കാൻ കഴിയാതെ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരു ബലം കിട്ടൂല, ഒരു മനസ്സംതൃപ്തി കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടെന്നറിയോ? ഈ സംഗതിയാ, അള്ളാനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ, മക്കയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ ആദ്യമായി നിരോധിച്ചത് മദ്യമായിരുന്നുവെങ്കിൽ, വ്യഭിചാരമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഇസ്ലാം നിരോധിച്ച കുറെ എണ്ണം ഉണ്ടല്ലോ. ഇതായിരുന്നുവെങ്കിൽ ഒരൊറ്റ ആളെ ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ്. ഇസ്ലാമിക്ക് ആരും വരൂലായിരുന്നു. ആ സമയം ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഏതാ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലേ? ആ 5 ആയത്തുകൾ എടുക്കണേ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. അവിടെ 2 റബ്ബ് വന്നിട്ടുണ്ട്. രണ്ടാമത് ഇറങ്ങിയ ആയത്ത് നമുക്കറിയാം, നൂൻ വൽ ഖലമി വമാ യസ്റൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവിടെ റബ്ബുണ്ട്. മൂന്നാമത് ഇറങ്ങിയ വാക്കുണ്ടല്ലോ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. നേരെ തിരിച്ചിട്ടാവും. രണ്ടാമത് ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിറും, മൂന്നാമത് നൂൻ സൂറത്തുൽ ഖലമിന്റെ ഭാഗമാണ്. നാലാമത് ഇറങ്ങിയതാണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അടുത്തതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. എല്ലായിടത്തും റബ്ബാ. നേരെ ആലോചിച്ചു നോക്ക്, എന്തിനാണ്? അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ നീ വിശ്വസിക്കണമെന്ന ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത് അൻ തുഅ്മിന ബില്ലാഹ്. 5 നിബന്ധന അവിടെ പറയുന്നുണ്ടല്ലോ. ഒന്ന്, അള്ളാഹുവിന്റെ വുജൂദിയത്ത് ബോധ്യപ്പെടണം.
അതാണ്. പിന്നെയാണ് റുബൂബിയത്ത്, പിന്നെയാണ് ഉലൂഹിയത്ത്, പിന്നെയാണ് അസ്മാഉ വസിഫാത്ത്. ഈ 4 അള്ള ഏകനാണ്. അവന്റെ വഹ്ദാനിയത്ത് ബോധ്യപ്പെടണം. ഞാൻ അതിന് ബയാൻ തരികയല്ല. ഈ 5 ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും പ്രധാനം ഏതറിയാമോ? അവന്റെ വുജൂദിയത്ത് ബോധ്യപ്പെടണം. അള്ളാനെ കുറിച്ച് പഠിക്കാതെ അള്ള കാണുന്നു എന്ന ബോധ്യം മനസ്സിൽ വരില്ല. ഒരു 85 മുതൽ 1985 മുതൽ 90 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ അറബി പഠിച്ച ആളുകൾക്കറിയാം, അതിലൊരു പാടുണ്ട്, വാഹിദുൻ യറാന, യാ അബത്തി വാഹിദുൻ യറാന. ഉപ്പ, നമ്മളെ ഒരാൾ കാണുന്നുണ്ട്. ഇതൊരു മെസ്സേജാണത്. ഉപ്പ, നമ്മളെ ഒരാൾ കാണുന്നുണ്ട്. ബാപ്പി മകനും പാടുന്ന അട്ടപ്പാതിരക്ക് എന്തോ കളവ് നടത്താൻ വേണ്ടി പോയതാണ് ഒരു കൃഷിക്കാരന്റെ തോട്ടത്തില്. അങ്ങനെ അദ്ദേഹം കാര്യമായിട്ട് പൂളകൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ ഉയർന്ന ഭാഗത്ത് ഈ കുട്ടിയെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി ഉടനെ പന വിളിച്ചു പറയാ, യാ അബത്തി വാഹിദുൻ യറാന, ഉപ്പ, നമ്മളെ ഒരാൾ കാണുന്നുണ്ട്. ഈ വാക്ക് കേട്ട ഉടനെ പറിച്ച പൂളയും കപ്പൊക്കെ അവിടെ ഇട്ടിട്ട് വാപ്പ മതിലെടുത്ത് മകന്റെ കൂടെ ഓടി ഒരു ഭാഗത്ത് എന്നിട്ട് ചോദിച്ച്, മോനെ ആരടാ കണ്ടെന്ന് ചോദിച്ചു. അല്ലപ്പ ആരും മുതലാളിയൊന്നും കണ്ടതല്ല, വാഹിദ് യറാന, മോളിന്ന് പടച്ചു അങ്ങനെ കാണുന്നുണ്ട്. അല്ല ഈ വാപ്പ കുട്ടിനെങ്ങനെ കെട്ടിപ്പിടിച്ച് പറയാ, ഉപ്പനെ, ഉപ്പ അങ്ങോട്ട് പഠിപ്പിച്ചേരേണ്ട സംഗതിയാണ്, ഉപ്പാനെ പഠിപ്പിച്ചത് മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ അതിപ്പോ എനിക്കും അറിയാം, നാട്യരാരെങ്കിലും കണ്ടു എന്ന് പറയുന്നുള്ളതാ. അള്ളാന്റെ വുജൂദിയത്തുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിലെങ്ങനെ ബോധ്യപ്പെട്ടാലാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ ഒന്നുകൂടി പോവുകയാണ്, ബാക്കിയുള്ളതിനൊപ്പം ബയാൻ ചെയ്യുന്നില്ല. ആദ്യത്തിടത്തേക്ക് തസ്കിയത്ത് എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് എത്താൻ കഴിയണോ? ഉറപ്പാണ് സഹോദരങ്ങളെ. എവിടേക്ക് എത്തണം? അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്ക് ബോധ്യപ്പെടണം. അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടണം. ആ സാന്നിധ്യം ബോധ്യപ്പെടണമെങ്കിൽ 99 നാമങ്ങളും നമ്മൾ പഠിക്കണം. ഇത് മനസ്സിലാക്കാതെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മൾ സാമ്പത്തിക വിനിമയങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു ഖുത്ബയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒറ്റ കാര്യം കൂടി ഓർത്തെടുത്ത് പറഞ്ഞു തരികയാണ്. 4 കാര്യങ്ങൾ ഒരു ആലിമിനോട് ചോദിക്കാണ്, ഞാനൊന്ന് നന്നാവാൻ എനിക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരു മജ്ലിസാണ്. അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞു, 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 4 ശ്രദ്ധിക്കണമെങ്കിൽ ഈ ഞാൻ നേരത്തെ എണ്ണിയ 5 നമുക്ക് ബോധ്യം വരണം. അല്ലാതെ വുജൂദിയത്തുനിന്ന് തുടങ്ങണം. 1, സ്വകാര്യതയിലെ മനസ്സിനെ സൂക്ഷിക്കണം. 2, ആൾക്കൂട്ടത്തിലെ നാവിനെ കരുതണം. 3, അശ്ലീലതകൾ കാണുന്ന കണ്ണിനെ സൂക്ഷിക്കണം. 4, ഹറാമുകൾ തിന്നുന്ന ശരീരത്തെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇസ്ലാമിക ജീവിതമാണത്. തസ്കിയത്തിന്റെ ഏറ്റവും ഉയർന്ന സോപാനമാണത്. എന്താ പറഞ്ഞത്? സ്വകാര്യതയിലെ മനസ്സ്. പ്രിയരെ, സ്വകാര്യതയിൽ ആരാണോ അതാണല്ലോ ഞാനും നിങ്ങളും. എനിക്ക് ഇനി അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന് അവിടെയൊക്കെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഒന്ന് ഭയപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. 2ാമത്തത് ആൾക്കൂട്ടത്തിലെ നാവ്. ഞാൻ ഈ പറയണത് പോലെ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് വർത്താനം പറയുമ്പോ നമ്മളൊക്കെ ഒരു 1.5 മനുഷ്യനാണ്, ചെറുതൊന്നല്ല, അല്ലേ? അതന്നെയാണ് നമ്മൾ. ആ നാവിനെ സൂക്ഷിക്കണം. അശ്ലീലതകൾ കാണുന്ന കണ്ണ്. പണ്ടൊന്നും വൃത്തികേടുകൾ കാണാൻ ഇത്രയൊന്നും സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലാണ്. പക്ഷെ ഇന്നത്തെ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് സാധാരണ പറയാൻ പറ്റുമെന്നറിയില്ല, ആൾക്കൂട്ടത്തിൽ വെച്ചാണ് പല സിനിമകളും പലതൊക്കെ ആളുകൾ പണ്ട് കാലത്ത് കണ്ടിരുന്നതെങ്കിൽ ഇന്നതെല്ലാം സ്വകാര്യതയിലേക്ക് മാറി. ആൾക്കൂട്ടത്തിൽ കാണുമ്പോ അല്പമെങ്കിലും ഒക്കെ വേണ്ടാത്തത് കാണുന്നൊരു പേടി ഉണ്ടാകുമായിരുന്നെങ്കിൽ, ആ 4 ആളെയെങ്കിലും പേടി ഉണ്ടാകുമായിരുന്നെങ്കിൽ, ഇന്ന് അവിടുന്ന് മാറി അശ്ലീലതകൾ പലതും പെരുത്തപ്പോ പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇപ്പോ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയൂല, അല്ലേ? പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? എന്തെല്ലാം വൃത്തികേടുകൾ കാണണം. എന്റെ അങ്ങനെ ഒരു സാഹചര്യം വന്നത്, മനുഷ്യൻ എന്താണോ കാണുന്നതിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുക, ആലോചിക്കുക. അശ്ലീലതകൾ കാണുന്ന കണ്ണിനെ പേടിക്കണം.
സൂക്ഷിക്കണം. ഈ മൂന്നെണ്ണത്തിന് നമ്മളെ പ്രേരിപ്പിക്കാതറിയാം. ഹറാമിന്റെ അംശമുള്ള വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റു മൂന്നെണ്ണവും നമുക്ക് ഉപകാരപ്പെടൂല. അതുകൊണ്ടാണ് നന്നായി നമ്മൾ പഠിക്കണം, നന്നായി പഠിക്കണം. പഠിക്കുന്നവർക്ക് മാത്രമേ ഈമാനോടുകൂടി നിലനിൽക്കാൻ കഴിയുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ വലിപ്പം അറിയാനാണ്, അവനോടുള്ള ഇബാദത്തിൽ അടിയുറച്ചു നിൽക്കാനാണ്. വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നെടുത്ത് മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ഏതായാലും ഇവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ പോണല്ലോ, പോകുമ്പോ ഒരു സമാധാനം നമുക്ക് കിട്ടാൻ നമുക്ക് കൈമുതൽ എന്ത് എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. അത് നിങ്ങൾ വേറെ എവിടെയും പോണ്ട, അള്ളാനെ ഒന്ന് ഓർക്കുക. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവിടെ രണ്ട് വാക്കുകൾ പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് അലക്ക എന്ന വാക്കാണ്. ആ വാക്കിനെ കുറിച്ച് തന്നെ മാത്രം ആലോചിച്ചാൽ മതി. ലോകത്ത് അട്ട അല്ലെ, അട്ട പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അട്ടയോട് തുല്യമാക്കി പറയാൻ അർത്ഥം കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് അലക്ക എന്ന് പറഞ്ഞാൽ. ഈ വാക്കിനെ കുറിച്ച് പിന്നെ കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ സർജറി ഫാക്കൽറ്റിയിലെ അനാട്ടമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കീത്ത് മോർ, അടുത്ത കാലത്താണ് 19 അദ്ദേഹം മരണപ്പെടുന്നത്, ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച്, സൗദിയിലെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇദ്ദേഹത്തോട് അവരെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഈ പഠനം നടത്തി തരണമെന്ന്. നിങ്ങൾ ആ പേര് കേട്ടു, ഈ ബാക്കി കൂടി കേൾക്കാൻ ആലോചിച്ചാൽ മതി കേട്ടോ. ആ പഠനത്തിൽ നിന്ന് 17 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഖുർആനിനല്ലാതെ കഴിയോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ മഹാത്ഭുതങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. നമ്മൾ ഖുർആനിലേക്ക് ഒന്നെടുത്താൽ മതി, അല്ലാഹ് എന്ന് പറയുന്ന ബോധം മനസ്സിലേക്ക് വരും. ആ വികാരം മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അറിയാൻ, ലോകത്തൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിഞ്ഞാൽ മതി. ഇതറിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഇൽമുകളും അവിടേക്ക് വന്നു ചേരും. നമ്മളായി തീരും. പ്രാർത്ഥനയോടെ മനസ്സ് മുന്നിൽ വെച്ച് നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയം കാണണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ചിന്ത. മനസ്സ് വെച്ചുകൊണ്ട് നീങ്ങുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു സ്വകാര്യ ലോകത്ത് നമ്മളാവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അതിന് ഓരോരുത്തർക്കും തുണ തന്ന്, ബർക്കത്ത് തന്ന്, തൗഫീഖ് തന്ന് തുണക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് എന്ന നാമം, ഖുർആന്റെ ഒന്നാമത്തെ വചനം ഞാൻ ഓതിയല്ലോ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതിന്റെ നേരെ ഒരു പ്രാക്ടിക്കൽ ഭാഗമാണ്. ഏതൊരു കർമ്മം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. ബിസ്മില്ലാ എന്ന് ചൊല്ലാം. നമുക്ക് ഒരു നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുന്നതോടുകൂടെ നമ്മളെ ഈ നെഗറ്റീവ് എനർജിനെ എങ്ങനെ മാറ്റാൻ കഴിയും? പിന്നെ നമുക്ക് വേണ്ട എന്താണ്? ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ബിസ്മില്ലയിൽ നിന്നാണ് കിട്ടുക. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള ലിങ്കാണ് ശരിക്ക് ബിസ്മില്ല, അള്ളാഹ് എന്നുള്ള ഈ ഓർമ്മ. അതുകൊണ്ട് ആ ഒറ്റ ഓർമ്മ കൊണ്ട് മാത്രമേ നമ്മുടെ അമലുകള് നന്നാവുള്ളൂ. ആ നാമം ചൊല്ലിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ല ചൊല്ലി പ്രവേശിച്ചു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ പിശാചിനോട് പറയപ്പെടുന്ന, നിനക്ക് ഈ വീട്ടിൽ ഇന്ന് അന്നമില്ല, പാർപ്പില്ല,
നിനക്കിവിടെ യാതൊരു സ്ഥാനമില്ല എന്നാണ് വെച്ചാൽ നോക്ക്, ആ നാമത്തിന്റെ ആ ബന്ധം അത്രയാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ. നമ്മുടെ കൽബിൽ എപ്പോഴും അല്ലാ എന്ന് നിറച്ചു വെക്കണം. അല്ലാ എന്ന നാമം ഉച്ചരിക്കാൻ, ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ പറ്റുന്നിടത്തെ എന്റെ സാന്നിധ്യം ഉണ്ടാവൂ എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. നമ്മൾ 100% രക്ഷപ്പെട്ടു. ഇങ്ങനെ ഈ പണി എനിക്ക് ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ പറ്റുമോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സംസ്കരണം, തസ്കിയത്ത് കിട്ടണോ, ഈ വഴിക്ക് സഞ്ചരിക്കുക. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹു ഒരു വാക്കുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ജഅലി സരീർ, എന്റെ സ്വകാര്യതയെ നീ എന്റെ പരസ്യമായ ജീവിതത്തെക്കാളും നന്നാക്കണം. എന്റെ പരസ്യമായ ജീവിതം സുഹൃതം നിറഞ്ഞതാക്കുകയും ചെയ്യണം. അത് മലയാളത്തിലാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയതി, അല്ലാഹുമ്മ ജഅൽ അലാനിയതി സ്വാലിഹ എന്ന പ്രാർത്ഥന വാചകം എപ്പോഴും മനസ്സിലുണ്ടാക്കുക. സ്വകാര്യത നന്നാക്കി തരണേ എന്ന് അള്ളാഹിനോട് തേടിക്കൊണ്ട് നമ്മൾ നീങ്ങുക. ഈ ലോകം വിട്ടു പിരിയുമ്പോ അള്ളാഹിനെ ഓർത്തുകൊണ്ട് അവനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ നിയ്യത്തും, അതാണ് നമ്മുടെ സൗഭാഗ്യവും വിജയവും. ആ വിജയത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടത്തുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വന്നു പോയതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പേകി തന്ന് അവന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ ഉള്ള സൗഭാഗ്യം തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് 2 ലോകത്തും നമുക്ക് നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ആഫിയത്തുള്ള ജീവിതം തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഉമ്മത്തിനെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവര്, നമ്മുടെ ആദർശ ബന്ധുക്കൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പമുള്ള സാന്നിധ്യം അല്ലാഹു നമുക്ക് ഉറപ്പിച്ചു തന്ന് നമ്മെ അവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമം എല്ലാ സന്ദർഭങ്ങളിലും മനസ്സ് നിറയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.